സസ്പെൻഷൻ മാത്രം, കടുത്ത നടപടിയെടുക്കാതെ പാർട്ടി. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായ A. പത്മകുമാറിനെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് CPM. എത്ര നാളത്തേക്കാണ് സസ്പെൻഷൻ എന്നത് വ്യക്തമല്ല. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായ സംഭവത്തിൽ പത്മകുമാർ കഴിഞ്ഞ ദിവസം വിശദീകരണം നൽകിയിരുന്നു. തെറ്റ് ചെയ്തിട്ടില്ലെന്നും പാർട്ടിക്ക് അവമതിപ്പ് ഉണ്ടാക്കിയിട്ടില്ലെന്നുമായിരുന്നു വിശദീകരണം. തപാലിലൂടെയായിരുന്നു പത്മകുമാറിനോട് പത്തനംതിട്ട ജില്ലാ നേതൃത്വം വിശദീകരണം തേടിയത്. ദൂതൻ വഴിയാണ് പത്മകുമാർ മറുപടി കൈമാറിയത്. സ്വർണ്ണക്കൊള്ള കേസിൽ പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയതിൽ വിശദീകരണം നൽകാനായിരുന്നു പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശം. സ്വർണ്ണക്കൊള്ളയിൽ ജയിലിൽ പോയപ്പോഴും പുറത്തിറങ്ങിയപ്പോഴും CPM ജില്ലാ കമ്മിറ്റി അംഗമാണ് പത്മകുമാർ. പത്മകുമാറിനുള്ള പാർട്ടി സംരക്ഷണം നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം ആയുധമാക്കുമെന്ന് കണ്ടാണ് ഏറെ വൈകിയുള്ള CPMന്റെ നടപടി. ദിവസങ്ങൾക്ക് മുൻപ് പത്മകുമാറിനെ ജില്ലാ കമ്മിറ്റിയുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും നീക്കം ചെയ്തിരുന്നു. പത്മകുമാറിനെതിരെ നടപടിയെടുക്കാതെ ജില്ലയിൽ തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാനാവില്ലെന്ന് സംസ്ഥാന കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണിതാവ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെ ധരിപ്പിച്ചിരുന്നു. തുടർന്നാണ് വിശദീകരണം ചോദിക്കാനുള്ള നീക്കത്തിലേക്ക് കടന്നത്. പത്മകുമാറിനെ പുറത്താക്കുമെന്ന സൂചനകളാണ് നേരത്തെ വന്നിരുന്നത്. അതേസമയം തനിക്കെതിരെ CPM നടപടി ഉണ്ടായാൽ പാർട്ടിയെ വെല്ലുവിളിക്കില്ലെന്ന് പത്മകുമാർ വ്യക്തമാക്കിയിരുന്നു. ആത്മകഥ എഴുതില്ല, സ്വർണ്ണക്കൊള്ളയിൽ തനിക്ക് പങ്കില്ല, പാർട്ടി നടപടിയെടുത്താൽ അപ്പോൾ നോക്കാമെന്നുമായിരുന്നു പ്രതികരണം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് നിയമിക്കരുതെന്ന് ദേവസ്വം മന്ത്രി K. മുരളീധരൻ വ്യക്തമാക്കി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആരോപണ വിധേയരായവരെ പ്രധാന സ്ഥാനങ്ങൾ വയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും ഇത് ചൂണ്ടിക്കാണിച്ച് ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് കത്ത് നൽകിയിട്ടുണ്ടെന്നും K. മുരളീധരൻ പറഞ്ഞു. സ്വർണ്ണക്കൊള്ളയിൽ പങ്കുപറ്റിയവരെ മർമ്മസ്ഥാനത്ത് നിയമിക്കുന്ന ഉത്തരവ് നടപ്പാക്കരുതെന്നാണ് കത്തിലെ ആവശ്യം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K. ജയകുമാർ നിഷ്പക്ഷനായ ആളായതുകൊണ്ടാണ് പ്രതികരിക്കാതിരുന്നത്. ഉത്തരവുകൾ തിരുത്തിയില്ലെങ്കിൽ ഈ ദേവസ്വം ബോർഡിനും കൊള്ളയിൽ പങ്കുണ്ടെന്ന ധാരണയിൽ സർക്കാർ മുന്നോട്ടു പോകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITയുടെ കുറ്റപത്രത്തിനു ശേഷം മാത്രമേ ഇടപെടാൻ കഴിയൂവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കുറ്റപത്രത്തിലെ കാര്യങ്ങൾ തൃപ്തികരമല്ലെങ്കിൽ ഇടപെടുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ള കേസിൽ കൂടുതൽ സാമ്പിളുകൾ ശേഖരിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ ശബരിമലയിലെത്തിയിരുന്നു. പ്രഭാമണ്ഡലത്തിൽ നിന്നടക്കം ശേഖരിച്ച സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയക്കും. ഹൈക്കോടതിയുടെ പ്രത്യേക അനുമതി വാങ്ങിയിട്ടാണ് വീണ്ടും SIT പരിശോധന നടത്തുന്നത്. ഹൈക്കോടതി അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളികൾ സ്മാർട്ട് ക്രിയേഷനിലേക്ക് കൊണ്ടുപോയ സംഭവത്തിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് SIT നോട്ടീസ് അയച്ചിട്ടുണ്ട്. പ്രശാന്തിനോടും ബോർഡ് അംഗമായിരുന്ന അജികുമാറിനോടും അടുത്തയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് അന്വേഷണ സംഘം നോട്ടീസ് നൽകിയിരിക്കുന്നത്. 2025 ഇടപാടുകളും അന്വേഷിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് SITയുടെ നീക്കം. കൂടാതെ ദേവസ്വം സ്പെഷ്യൽ പ്ലീഡർ രാജിവെച്ചിരുന്നു. KB പ്രദീപിനോട് മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടിരുന്നു. നിയമന വിവാദത്തിലായതോടെയാണ് നടപടി. സ്മാർട്ട് ക്രിയേഷൻസ് അഭിഭാഷകനെ ദേവസ്വം പ്ലീഡറാക്കിയത് വൻ വിവാദമായിരുന്നു. UDF സർക്കാരിന് നിയമനങ്ങളിൽ കൈ പൊള്ളുന്നത് ഇത് രണ്ടാം തവണയാണ്. സണ്ണി ജോസഫിന്റെ ആളിയൻ പേഴ്സണൽ സ്റ്റാഫിൽ നിന്നും രാജിവെച്ചതും വിവാദത്തെ തുടർന്നായിരുന്നു. ഒരിക്കൽ സ്വർണം പൂശിയതിന് മുകൾ സ്വർണം പതിപ്പിക്കാനുള്ള സാങ്കേതിക സംവിധാനം സ്മാർട്ട് ക്രിയേഷൻസിൽ ഇല്ലെന്നും ഒരു ക്രമക്കേടും നടന്നിട്ടില്ലെന്നുമുള്ള വാദങ്ങൾ പ്രദീപ് നിരത്തി. കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ പ്ലീഡർമാരെ നിയമിച്ച് ഉത്തരവിറങ്ങിയപ്പോൾ പ്രദീപും പട്ടികയിൽ. ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നത് ദേവസ്വം കേസുകളുടെ ചുമതലയും. നിലവിൽ ദേവസ്വത്തിന് സ്റ്റാൻഡിംഗ് കൗൺസിലിനെ നിയോഗിച്ചിട്ടില്ല. ഫലത്തിന് മുഴുവൻ ഉത്തരവാദിത്വവും പ്രദീപിന് തന്നെ. വൻ കോളിളക്കം സൃഷ്ടിച്ച ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഇപ്പോഴും അന്വേഷണം തുടരുന്നു. കുറ്റപത്രം നൽകിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ ഈ സുപ്രധാന പദവിയിൽ പ്രദീപിനെ നിയോഗിക്കുന്നതിന്റെ ഔചിത്യം ചെയ്യപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് പ്രദീപിന്റെ രാജി വന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.